الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കരുണക്കടലായ പടച്ച റബ്ബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായി ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ, അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന ഹദീസ് അൻ അബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൽ ഉസ്രിയ ബിഹി മറ അലാ ഇബ്രാഹിം അലൈഹി സലാം فقال يا جبريل من معك قال محمد صلى الله عليه وسلم قال له إبراهيم عليه السلام مر أمتك فليكثروا من عراس الجنة فإن تربتها طيبة وأرضها واسعة قال وما غرس الجنة قال لا حول ولا قوة إلا بالله. മഹാനായ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ കൂടെ കടന്നുപോയി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിലൂടെ കടന്നുപോയി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ലയോ ജിബ്രീൽ, താങ്കളുടെ കൂടെയുള്ളത് ആരാണ്? മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ കൂടെയുള്ളത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, അങ്ങയുടെ ഉമ്മത്തുകളോട് സ്വർഗത്തിൽ വൃക്ഷങ്ങൾ ധാരാളമായി വെച്ചുപിടിപ്പിക്കാൻ പറയുക. അങ്ങയുടെ സമുദായത്തോട് പറയണം, സ്വർഗത്തിൽ ഒരുപാട് മരങ്ങൾ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി പറയുക. കാരണം അതിലെ മണ്ണ് വളരെ പരിശുദ്ധമാണ്, അതിൻ്റെ ഭൂമി വളരെ വിശാലമായതുമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ആ സ്വർഗത്തിലെ മണ്ണ് വളരെ വല്ലാത്ത പരിശുദ്ധമായ മണ്ണും അവിടുത്തെ ഭൂമി വിശാലവുമാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അങ്ങയുടെ സമുദായത്തോട് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, സ്വർഗത്തിൽ വൃക്ഷങ്ങൾ വെച്ചുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ദിക്ർ അധികമായിട്ട് പറയുക. അത് സ്വർഗത്തിലെ മരമാണ്, സ്വർഗത്തിലെ വൃക്ഷത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന ദിക്റാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നമുക്ക് വേണ്ടി കൊടുത്തുവിട്ട ഒരു സമ്മാനമാണ് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വർഗത്തിൽ എന്തെല്ലാം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ, ഈ ദുനിയാവിലിരുന്ന് കൊണ്ട് സ്വർഗത്തിൽ വൃക്ഷങ്ങൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വലിയ മഹത്വമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ലാ ഹൗല എന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അധികമായിട്ട് ആ ദിക്ർ പറയുക. ആ 99 രോഗങ്ങളെല്ലാം മനസ്സമാധാനമാണ്. അതിൽ ഒന്നാമത്തെ രോഗം മനസ്സമാധാനം. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അദീം, ഈ ദിക്ർ മനസ്സമാധാനം കിട്ടുന്ന ദിക്റാണെന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ ദിക്ർ അമിതമായി പറയുകയും അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുകയും നമ്മൾ ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ സമ്രത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു തആല
تعالى عنه قال رسول الله صلى الله عليه وسلم أحب الكلام إلى الله أربعة سبحان الله والحمد لله ولا إله إلا الله والله أكبر لا يضرك بأيهن بدأت. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി സമ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ 4 വാചകങ്ങളുണ്ട്. അവിടെ നിന്ന് പറയുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ, അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് 4 വാചകങ്ങൾ പഠിപ്പിച്ചു തന്നു. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ ഇത് എന്തുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ 4 വാചകങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തിരിച്ചും മറിച്ചും എങ്ങനെ പറഞ്ഞാലും ഇത് അല്ലാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വാചകമാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെപ്പോഴും പറയാൻ കഴിയുന്ന 4 വാചകങ്ങളാണ്. എപ്പോഴും നമ്മുടെ നാവുകൾ കൊണ്ട് പറയാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന അല്ലാഹുവുമായിട്ട് നമുക്ക് അടുക്കാൻ കഴിയുന്ന ഒരു ദിക്റാണ് ഇന്നത്തെ ഹദീസിലൂടെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅതു അലൈഹി ശംസു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയുന്നത് ഈ സൂര്യൻ ഉദിക്കുന്ന മുഴുവൻ വസ്തുക്കളെക്കാളും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ഈ വാചകങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ദിക്റ് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന മുഴുവൻ വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയങ്കരമാണ്. അതായത് ഇതിൻ്റെ പ്രതിഫലം കാലാകാലം അവശേഷിക്കുന്നതാണ് എന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നശിച്ചു പോകുന്നതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാൾ വരെ അത് അവശേഷിക്കുന്നതാണ്. നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഉപകാരം ചെയ്യുകയും നമുക്ക് അതിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാനും കഴിയുന്ന ഈ ഭാഗ്യം കിട്ടുന്ന ദിക്റുകളാണ് ഈ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദിക്റുകൾ നാവുകൾ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ സ്മരണയിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൻ്റെ മഹത്വവും പവിത്രതയും അള്ളാഹു അതിലൂടെ പറയുമ്പോൾ നമുക്ക് തരുന്ന സ്ഥാനങ്ങളും നാളെ റബ്ബിൻ്റെ സ്വർഗം വരെ നമുക്ക് കിട്ടാൻ കഴിയുന്ന ഒരു എളുപ്പ വഴിയാണ്. പക്ഷേ നാം അത് സമയം കണ്ടെത്തുന്നില്ല. ഒരുപാട് സമയങ്ങൾ പാഴാക്കി കളയുന്നു. ആ പാഴാക്കി കളയുന്ന ചുമ്മാതിരിക്കുന്ന സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ ദിക്റുകൾ, എന്തെല്ലാം ദിക്റുകൾ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അൻ അബീ സൽമത റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ബഖി ബിഖംസിൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാനി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വൽ വലദു സ്വാലിഹ യുതവഫാ ലിൽ മുസ്ലിമി ഫയഹ്തസിബു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് 5 കാര്യങ്ങൾ അമലുകളുടെ ത്രാസിൽ ശക്തി പകരുന്നതാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ അമലുകളുടെ ത്രാസിൽ ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന 5 വാചകങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതിൽ ഒന്നാമത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്റുകൾ അള്ളാഹുവെ ഒരു മനുഷ്യൻ്റെ അമലുകളിൽ ത്രാസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നതാണ് എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 5 കാര്യങ്ങൾ നാളെ അമലുകളുടെ ത്രാസിൽ ശക്തി പകരുന്നത്. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 അല്ലാഹു അക്ബർ. 5ാമത്തെ കാര്യം, ഒരു മുസ്ലിമിൻ്റെ സാലിഹായ കുഞ്ഞു മരിക്കുകയും അവന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ചെയ്യുക. ഈ 5 കാര്യങ്ങൾ നാളെ അമലുകളുടെ ത്രാസിൽ ശക്തി പകരുന്നതാണ് എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിൻ്റെ സ്മരണയിൽ കഴിയുവാനും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അല്ലാഹുവിൻ്റെ തൃപ്തിയോടുകൂടി ഈമാനോടുകൂടിയുള്ള ഒരു മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ അല്ലാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ലൈവ് ഉണ്ട്, എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്കെല്ലാം
നമുക്കെല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.